നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സ്നേഹിച്ചും പങ്കുവച്ചും ആഘോഷിച്ചും ജീവിച്ചുമൊക്കെ കൊതി തീരാതെ മരണം നമ്മുടെ പ്രിയപ്പെട്ടവരെ പറിച്ചെടുക്കും. നമ്മെ ബാക്കി വെച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും പൊലിഞ്ഞു പോകുമ്പോൾ മുറിവുണങ്ങാത്ത വേദനയിൽ നമ്മളൊക്കെ പിടഞ്ഞു പോകും. പാട്ടെഴുത്തിന്റെ പൂവരങ്ങിൽ വിസ്മയം തീർത്ത പദസമ്പത്തിന്റെ ഉടമയായ ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ മരണമില്ലാത്ത ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. പ്രണയവും വിരഹവും ജീവിതവും സന്തോഷവും ഒക്കെ അക്ഷരങ്ങളിലൂടെ ചാലിച്ചെടുത്ത് സിനിമാ പാട്ടുകളിലൂടെ മനുഷ്യ മനസ്സുകളിൽ നിറച്ച കഴിവുറ്റ പ്രതിഭാശാലിയായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരി. അദ്ദേഹം വിടവാങ്ങിയിട്ട് 16 വർഷം തികയുന്നു. ഇനിയും എഴുതി തീർക്കാനുള്ള 1000 വരികൾ ആ തൂലികത്തുമ്പിൽ ബാക്കി വെച്ചിട്ട് യാത്രയായത് 2010 ഫെബ്രുവരി 10 ആയിരുന്നു. അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞെങ്കിലും അദ്ദേഹം സമ്മാനിച്ച കാവ്യ സുഗന്ധം ഇപ്പോഴും നമ്മോടൊപ്പമുണ്ട്. ഈണങ്ങൾക്കതീതമായി അർത്ഥങ്ങൾ കൊണ്ട് തീർത്ത വരികളായിരുന്നു അതൊക്കെ. വയലാറും പി ഭാസ്കരനും അടിസ്ഥാനമിട്ട് ശ്രീകുമാരൻ തമ്പിയും യൂസഫ് അലി കച്ചേരിയും മങ്കമ്പു ഗോപാലകൃഷ്ണനും ഒക്കെ ചേർന്ന് പണിതുയർത്തിയ മലയാള ചലച്ചിത്ര കാവ്യ ലോകത്ത് തിളങ്ങുന്ന താരമായിരുന്നു ഈ പുത്തഞ്ചേരിക്കാരൻ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ സിനിമയിലേക്കുള്ള കടന്നുവരവിന്റെ ആദ്യ കാലം തന്നെ എനിക്ക് അദ്ദേഹത്തോട് അടുപ്പവും സൗഹൃദവും ഒക്കെ ഉണ്ടായിരുന്നു. അന്നൊക്കെ ചില ദിവസങ്ങളിൽ മദ്രാസിലുള്ള എന്റെ ഫ്ളാറ്റിൽ എന്നോടൊപ്പം താമസിച്ചിട്ടുമുണ്ട്. ജയരാജ് സംവിധാനം ചെയ്ത ജോണി വാക്കർ എന്ന ചിത്രത്തിലെ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ എന്ന ഗാനത്തോടെയാണ് അദ്ദേഹം ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. മമ്മൂട്ടി പാടി നൃത്തം ചെയ്ത് അഭിനയിക്കുന്ന രംഗത്തിന് കൊറിയോഗ്രാഫി ചെയ്തിരുന്നത് പ്രഭുദേവയായിരുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് SP വെങ്കടേഷിന്റെ മ്യൂസിക്കും ദാസേട്ടന്റെ ഗാനാലാപനം കൂടി ചേർന്നപ്പോൾ അത് ഒരു എവർഗ്രീൻ സോങ് ആയി മാറി. പിന്നീട് അങ്ങോട്ടുള്ള സംഗീത യാത്രയിൽ അർത്ഥവത്തായ വാക്കുകളാൽ സമ്പൂർണമായ പദസമ്പത്ത് കൊണ്ട് വിസ്മയങ്ങൾ തീർക്കുകയായിരുന്നു. ദേവാസുരത്തിലെ സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ, മോഹൻലാലിന്റെ മംഗലശ്ശേരി നീലകണ്ഠന്റെ തകർച്ചയിലെ പാട്ടായിരുന്നു ഇതെങ്കിലും ഈ പാട്ടിന്റെ രചയിതാവായ ഗിരീഷിന്റെ തലയിൽ ഒരു സൂര്യകിരീടം ചാർത്തപ്പെടുകയായിരുന്നു. കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിലെ പിന്നെയും പിന്നെയും ആരോ കിനാവിന്റെ പടികടന്നെത്തുന്ന പദനിസ്വനം ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന ഓർമ്മകളെ തട്ടി ഉണർത്തുന്ന ഒരു പാട്ടാണിത്. അതുപോലെ തന്നെ ബാലേട്ടനിലെ മനസ്സിന് നൊമ്പരമുണർത്തുന്ന ഒരു പാട്ടാണ് ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞും മൺവിളക്കൂതിയില്ലേ, കാറ്റിൽ മൺവിളക്കൂതിയില്ലേ. പിതാവിനെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന വരച്ചു കാട്ടുന്ന ഒരു പാട്ടാണിത്. മാടമ്പിയിലെ അമ്മ മഴക്കാറിന് കണ്ണിറഞ്ഞു ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു എന്ന് തുടങ്ങുന്ന വരികൾ കണ്ണു നിറയാതെ നമുക്ക് കേട്ടിരിക്കാൻ സാധിക്കുമോ? ശ്രോതാക്കളുടെ മനം നുറുങ്ങുന്ന വരികളാണിവ. ഉസ്താദ് എന്ന ചിത്രത്തിലെ വെണ്ണില കൊമ്പിലെ രാപ്പാടി എന്നുമീ ഏട്ടന്റെ ചിങ്കാരി, സ്വന്തം അനുജത്തിയോടുള്ള ഏട്ടന്റെ വാത്സല്യം വരികളിലൂടെ വരച്ചു കാട്ടുകയാണ്. വടക്കും നാഥൻ എന്ന ചിത്രത്തിൽ ചിത്രയുടെ ആലാപനത്തിലും രവീന്ദ്രൻ മാസ്റ്ററുടെ സംഗീതത്തിലും ഗിരീഷിന്റെ വരികളും ചേർന്ന ഭക്തി നിർഭരമായ ഒരു ഗാനമാണ് കളഭം തരാം ഭഗവാനൻ മനസ്സും തരാം എന്ന മനോഹരമായ ഗാനം. ചിലമ്പൊലിക്കാറ്റെ ഒന്ന് ചുറ്റിയടിച്ചാട്ടെ എന്ന CAD മൂസയിലെ ഗാനം, പ്രണയവസന്തം എന്ന ചിത്രത്തിലെ കണ്ണാടിക്കൂടും കൂട്ടി എന്ന് തുടങ്ങുന്ന ഗാനം, ആറാം തമ്പുരാനിലെ ഹരിമുരളീരവം തുടങ്ങി ആയിരക്കണക്കിന് മനോഹര ഗാനങ്ങൾ ആ തൂലികത്തുമ്പിൽ നിന്നും പിറവിയെടുത്തു. കുറച്ചു നാളുകൾക്ക് മുൻപ് മനോരമ ഓൺലൈനിൽ ഹരിതാശാലിനി എഴുതിയ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിരുന്നു. ഗിരീഷ് പുത്തഞ്ചേരി ആവർത്തിച്ചുപയോഗിച്ച വാക്ക് എന്നിട്ടും ഭംഗി ചോരാതെ ആ ഗാനങ്ങൾ എന്നായിരുന്നു അതിന്റെ തലക്കെട്ട്. അവർ പറയുന്നത് പല ഗാനരചയിതാക്കളും അവരുടെ പാട്ടുകളിൽ ചില വാക്കുകൾ ആവർത്തിച്ച് ഉപയോഗിക്കാറുണ്ട്. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ വയലാർ രാമവർമ്മയുടെ പാട്ടുകളിൽ തങ്കം, കനകം, പൊന്ന് തുടങ്ങിയ വാക്കുകളുടെ ആവർത്തിച്ചുള്ള ഉപയോഗം കാണാം. വയലാർ എഴുതിയ 300-ലേറെ ഗാനങ്ങളിലാണ് ഈ വാക്കുകൾ ആവർത്തിച്ചിട്ടുള്ളത്. അതുപോലെ മലയാളത്തിന്റെ പ്രിയ ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരിക്കും ഒരു വാക്കുണ്ട്. പല പാട്ടുകളിലും പുത്തഞ്ചേരി ആവർത്തിച്ചുപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ് പ്രാവ്, മാടപ്രാവ്, വെൺപ്രാവ്, തൈമാസപ്രാവ്, അമ്പലപ്രാവ് തുടങ്ങി പിറാവ് വരെ പുത്തഞ്ചേരിയുടെ പാട്ടുകളിൽ നിറഞ്ഞു
നിറഞ്ഞു നിൽക്കുന്നു. അത്തരത്തിലുള്ള നിരവധി പാട്ടുകൾ അവർ ഉദാഹരണ സഹിതം നിരത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാനും അത് ശ്രദ്ധിച്ചത്. അവർ കണ്ടെത്തിയ കാര്യം വളരെ സത്യമാണെന്ന്. സിനിമാ പാട്ടുകൾ മാത്രമല്ല, സിനിമയ്ക്ക് വേണ്ടി കഥയും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മേലെപ്പറമ്പിൽ ആൺവീട്, കിന്നരി പുഴയോരം എന്നീ ഹിറ്റ് ചിത്രങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം കഥ എഴുതിയിട്ടുള്ളത്. കൂടാതെ വടക്കും നാഥൻ, പല്ലാവൂർ ദേവനാരായണൻ, ബ്രഹ്മരക്ഷസ് എന്നീ ചിത്രങ്ങൾക്ക് തിരക്കഥയും രചിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല ഗാനരചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 7 പ്രാവശ്യമാണ് ഈ കലാകാരനെ തേടിയെത്തിയത്. ഇതൊന്നും കൂടാതെ ഒരു ചിത്രം സംവിധാനം ചെയ്യണമെന്ന ആഗ്രഹവും ഉണ്ടായിരുന്നു. അതിന്റെ തയ്യാറെടുപ്പിലുമായിരുന്നു. പക്ഷേ വിധി അതിന് അനുവദിച്ചില്ല എന്ന് വേണം പറയാൻ. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെയും ഗൗരവത്തോടെയും കൈകാര്യം ചെയ്തിരുന്ന ഗിരീഷ് ആരോഗ്യകാര്യത്തിൽ മാത്രം ശ്രദ്ധാലുവല്ലായിരുന്നു. അദ്ദേഹത്തിന് ബിപിയും ഷുഗറും ഒക്കെ ഉണ്ടായിരുന്നിട്ടും ആ അസുഖങ്ങളെ വലിയ കാര്യമാക്കാതെ മദ്യപാനം ഒരു ശീലമാക്കിയിരുന്നു. അദ്ദേഹത്തെ അസുഖബാധിതനാക്കിയതും അകാല മരണത്തിൽ എത്തിച്ചതും ഒരുപക്ഷെ ആ ശീലമായിരിക്കാം. അസുഖബാധിതനായിരിക്കുമ്പോഴാണ് കമലിന്റെ ഒരു ചിത്രത്തിലേക്ക് പാട്ടെഴുതുവാനായി കൊടുങ്ങല്ലൂരിൽ എത്തുന്നത്. കമലിന്റെ വീടിനടുത്തുള്ള ഒരു ഹോട്ടലിലായിരുന്നു ഗിരീഷിന് താമസ സൗകര്യം ഒരുക്കിയിരുന്നത്. ആദ്യ ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷം പിറ്റേ ദിവസം രാവിലെ കമലിനെ തേടി ഗിരീഷിന്റെ ഫോൺ എത്തുന്നു. അത്യാവശ്യമായി ഉടൻ തന്നെ ഇവിടെ എത്തണം. കുളി കഴിഞ്ഞിറങ്ങിയതേ ഉള്ളൂ, ഭക്ഷണം കഴിച്ച് ഒരു 15 മിനിറ്റിനുള്ളിൽ എത്താമെന്ന് കമൽ. ഇല്ലില്ല, ഉടനെത്തണം, അത്യാവശ്യമാണ്. ഈ വാക്കുകൾ പോലും പറയാൻ ബുദ്ധിമുട്ടുന്നതായി കമലിന് തോന്നി. ഉടൻ തന്നെ കാറെടുത്ത് കമൽ ഹോട്ടലിലേക്ക് പാഞ്ഞു. കമൽ എത്തുമ്പോൾ ഗിരീഷ് ഹോട്ടൽ റിസപ്ഷനിൽ രക്തം പുരണ്ട ചുണ്ടുമായി കാത്തിരിപ്പുണ്ടായിരുന്നു. എന്തു പറ്റിയെന്ന് കമൽ ചോദിക്കുമ്പോൾ കൈകൊണ്ട് പോകാമെന്ന് ആംഗ്യം കാട്ടിയതല്ലാതെ സംസാരിക്കുവാൻ കഴിയുമായിരുന്നില്ല. കമൽ തന്റെ സുഹൃത്തും കൊടുങ്ങല്ലൂർ മോഡേൺ ഹോസ്പിറ്റലിലെ ഡോക്ടറുമായ ജോസ് ഊക്കനെ ബന്ധപ്പെട്ടു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ ഡോക്ടർ നിർദ്ദേശം നൽകി. ആശുപത്രിയിലെ കാഷ്വാലിറ്റിയുടെ തൊട്ടടുത്തുള്ള റൂമിലെത്തിയപ്പോൾ ഗിരീഷ് ഛർദിച്ചു. ആ മുറി മുഴുവൻ ചോര കൊണ്ട് നിറഞ്ഞു. വായിൽ മുഴുവൻ ചോര നിറച്ചു നിൽക്കുകയായിരുന്നു ഗിരീഷ് അതുവരെ. പെട്ടെന്ന് തന്നെ ഡോക്ടർ എത്തി ICUവിലേക്ക് മാറ്റി. നീണ്ട 22 ദിവസങ്ങൾ ആ ആശുപത്രിയിൽ ചിലവഴിച്ചു. ഗിരീഷ് പുത്തഞ്ചേരിയെ കുറിച്ച് ഡോക്ടർ ജോസ് ഊക്കന്റെ ഒരു ഓർമ്മക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഡോക്ടറെ കണ്ടയുടൻ ആദ്യം ഗിരീഷ് പറഞ്ഞത്, ഡോക്ടറെ, ഞാൻ രക്തം ഛർദിച്ചിട്ടുണ്ട് എന്ന് വെച്ച് ഉള്ളിലേക്ക് ട്യൂബ് ഇറക്കിയിട്ടുള്ള ഒരു ചികിത്സാ പരിപാടിക്കും ഞാൻ സമ്മതിക്കില്ല. കൂടിപ്പോയാൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ കിടന്ന് മരിച്ചു പോകും, അത്രയല്ലേ ഉള്ളൂ. ഇത് പറഞ്ഞു കഴിഞ്ഞ് വീണ്ടും രക്തം ഛർദിച്ചു. അങ്ങനെയാണ് പെട്ടെന്ന് ICUവിൽ കയറ്റി ഇഞ്ചക്ഷൻ കൊടുത്ത് ചികിത്സ ആരംഭിച്ചത്. ഡോക്ടർ പറയുന്നു, അത്യാവശ്യം നല്ല പിടിവാശിയുള്ള ആളാണ് ഗിരീഷ്. അതുകൊണ്ട് തന്നെ ഓരോ കാര്യവും സമ്മതിപ്പിക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടി. ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നുവെങ്കിലും മെല്ലെ മെല്ലെ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ എനിക്ക് സാധിച്ചു. അതോടെ ഞങ്ങൾ തമ്മിൽ ആത്മാർത്ഥ സുഹൃത്തുക്കളായി മാറി. ആ ബന്ധം ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനും വഴിവെച്ചു. യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്താണ് ഗിരീഷ് ഡോക്ടറുടെ മകളുടെ വിവാഹത്തിനെത്തുന്നത്. അവിടെ വെച്ച് ഗിരീഷ് ഡോക്ടറെ പറ്റി ഒരു പ്രഭാഷണവും നടത്തി. അതിപ്രകാരമാണ്: അദ്ദേഹം എനിക്കൊരു സുഹൃത്തല്ല, മറിച്ച് എന്റെ ദൈവം എന്നൊക്കെ പറയാവുന്ന, എനിക്ക് വീണ്ടും ജീവിതം തിരിച്ചു തന്ന, എന്റെ അക്ഷരങ്ങൾക്ക് കാരുണ്യം പകർന്നു തന്ന, എന്റെ പേനയ്ക്ക് മഷി പകർന്നു തന്ന, എന്റെ മനസ്സിൽ പ്രണയവും കണ്ണീരും വിരഹവും കലഹവും ഉണ്ടാക്കി തന്ന മനുഷ്യനാണ്. ഡോക്ടർ പറയുന്നു, അവസാന നാളുകളിൽ ആശുപത്രിയിലാകുന്നതിന് മുൻപ് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. തനിക്ക് ഭീകരമായ തലവേദന എടുക്കുന്നു, താൻ കൊടുങ്ങല്ലൂരിലേക്ക് വരികയാണെന്ന് പറഞ്ഞു. ഒരിക്കലും അബദ്ധം കാണിക്കരുത്, ഈ അവസ്ഥയിൽ യാത്ര ചെയ്യരുത്. കോഴിക്കോട് അവരുടെ വീടിനടുത്തുള്ള മിംസിൽ അഡ്മിറ്റ് ആകാൻ ഞാൻ നിർദ്ദേശിച്ചു. ഞാൻ ഉടനെ എത്തിക്കൊള്ളാമെന്നും പറഞ്ഞു. ഉടൻ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചു. വൈകിയാൽ ഗിരീഷിനെ കാണാൻ സാധിക്കില്ല എന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ എത്തുമ്പോൾ ഗിരീഷ് വെന്റിലേറ്ററിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം അവസാന തുള്ളി വെള്ളം ഗിരീഷിന് പകർന്നു നൽകാൻ എനിക്കും സാധിച്ചു. പിന്നാലെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. 3 വർഷങ്ങൾക്ക് മുൻപ് എന്നോട് പറഞ്ഞ വാക്കുകൾ അറം പറ്റിയതുപോലെ അപ്പോൾ എനിക്ക് തോന്നി. കൂടിപ്പോയാൽ ഡോക്ടറുടെ മുൻപിൽ കിടന്ന് ഞാൻ മരിക്കും. അതായിരുന്നു ആ വാക്കുകൾ. ഗിരീഷ് ഇവിടം വിട്ട് യാത്രയായെങ്കിലും അദ്ദേഹം നമുക്ക് സമ്മാനിച്ച ജീവന്റെ തുടിപ്പുള്ള പാട്ടുകൾ അനശ്വരമായി നിലനിൽക്കുന്നു. ആ വലിയ മനുഷ്യന്റെ ആത്മാവിന് മുൻപിൽ കണ്ണീർ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.